കണ്ണൂർ വയനാട് പാതയായ പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് പതിച്ചത്. പാൽച്ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? ആശങ്കയുടെ സാഹചര്യമാണോ? കനത്ത മഴയായിരുന്നു കണ്ണൂർ ജില്ലയിലെമ്പാടും. ഇന്ന് വൈകുന്നേരം 7:30 വയനാട്ടിലേക്കുള്ള കണ്ണൂരിൽ നിന്നുള്ള പ്രധാന പാതയായ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞത്. ചെകുത്താൻ തോടിന് സമീപം കല്ലും പാറക്കഷ്ണങ്ങളും മണ്ണുമൊക്കെ റോഡിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് പാൽച്ചുരം. ആ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണ് അവിടെ നിന്നും കല്ലും മണ്ണുമുണ്ട്. അവിടെ നിന്നും കല്ലും മണ്ണും രാത്രിയിൽ മാറ്റുക വലിയ ബുദ്ധിമുട്ടേറിയ ഒന്നായി മാറും. അതുകൊണ്ട് രാവിലെ മാത്രമേ കല്ലും മണ്ണും പൂർണ്ണ തോതിൽ മാറ്റി ഒരുപക്ഷെ ഗതാഗത യോഗ്യമാക്കാൻ കഴിയൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാൽച്ചുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള പ്രദേശമാണ് ഇത്. ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത് വനമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ നിന്ന് മാറ്റിയ ശേഷം മാത്രമേ പാൽച്ചുരം വഴി ഗതാഗതം. ശരി ഫെലിക്സ്, പാൽച്ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ കല്ലും മണ്ണുമെല്ലാം അവിടെ നിന്ന് നീക്കുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആയിരിക്കും ഇതൊക്കെ മാറ്റിയ ശേഷം ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുകയുള്ളൂ. ഫെലിക്സ് ആണ് വിവരങ്ങൾ